ഹോശേയ 10 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി. അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ കുറ്റക്കാരായിത്തീരും. അവൻ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയുകയും അവരുടെ വിഗ്രഹ സ്തംഭങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ അവൻ നമുക്ക് രാജാവില്ല, നാം യഹോവയെ ഭയപ്പെടുന്നില്ലല്ലോ, രാജാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും എന്ന് പറയും. അവർ വ്യർത്ഥ വാക്കുകൾ സംസാരിച്ചു, ഉടമ്പടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു. അതുകൊണ്ട് ന്യായവിധി വയലിലെ ഉഴൽച്ചാലുകളിൽ നഞ്ചു ചെടി പോലെ മുളച്ചു വരുന്നു. സമയ നിവാസികൾ ബേതാവിനിലെ കാളക്കുട്ടികളെ കുറിച്ച് പേടിക്കുന്നു. അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു. അതിന്റെ പൂജാരികൾ അതിനെക്കുറിച്ചും അതിന്റെ മഹത്വം അതിനെ വിട്ടുപോയതുകൊണ്ട് അതിനെക്കുറിച്ചും വിറയ്ക്കുന്നു. അതിനെ യുദ്ധതൽപനായ രാജാവിന് സമ്മാനമായി അശ്ശൂരിലേക്ക് കൊണ്ടുപോകും. എഫ്രൈം ലജ്ജ പ്രാപിക്കും. ഇസ്രായേൽ തന്റെ ആലോചനയെക്കുറിച്ച് ലജ്ജിക്കും. സമറിയോ അതിന്റെ രാജാവ് വെള്ളത്തിലെ ചുള്ളി പോലെ നശിച്ചു പോകും. ഇസ്രായേലിന്റെ പാപമായിരിക്കുന്ന ആവനിലെ പൂജാഗിരികൾ നശിച്ചു പോകും. മുള്ളും പറക്കാരെയും അവരുടെ ബലിപീഠങ്ങളിന്മേൽ മുളയ്ക്കും. അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയും. ഇസ്രായേലിലെ ഗിബെയയുടെ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു. അവർ അവിടെ തന്നെ നിൽക്കുന്നു. ഗിബെയിൽ നീതികെട്ടവരോടെ പട അവര് എത്തിപ്പിടിച്ചില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ശിക്ഷിക്കും. അവര് അവരുടെ രണ്ടകത്തെ നിമിത്തം ശിക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നേരെ കൂടി വരും. എഫ്രൈം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു. ഞാൻ അതിന്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വെക്കും. ഞാൻ എഫ്രൈമിനെ നുകത്തിൽ പിണയ്ക്കും. യെഹൂദ ഉഴുകയും യാക്കോബ് കട്ട ഉടയ്ക്കുകയും ചെയ്യേണ്ടി വരും. നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ. നിങ്ങളുടെ തരിശുനിലം ഉഴുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടേന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. നിങ്ങൾ ദുഷ്ടത ഉഴുത് നീതികേട് കൊയ്ത് ഭോഷ്കിന്റെ ഫലം തിന്നിരിക്കുന്നു. നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു കലഹം ഉണ്ടാകും. യുദ്ധ ദിവസത്തിൽ സൽമാൻ ബേത് ആബ്രേലിനെ നശിപ്പിച്ചതുപോലെ നിന്റെ എല്ലാ കോട്ടകൾക്കും നാശം വരുത്തും. അവർ അമ്മയെ മക്കളോടുകൂടി തകർത്തു കളഞ്ഞുവല്ലോ. അങ്ങനെ തന്നെ അവർ നിങ്ങളുടെ മഹാദുഷ്ട നിമിത്തം ബേദിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും. പുലർച്ചയ്ക്ക് ഇസ്രായേൽ രാജാവ് അശേഷം നശിച്ചു പോകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.